Hello friends, നിങ്ങൾക്കെല്ലാവർക്കും മലയാളി ഫൈൻഡേഴ്സ് ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു പോർട്ടബിൾ വിൻഡോസ് 10 എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളുടെ വിൻഡോസിന്റെ മെഷീനോ അല്ലെങ്കിൽ ലിനക്സിന്റെ മെഷീനോ ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ ഈ പോർട്ടബിൾ വിൻഡോസ് 10 യൂസ് ചെയ്ത് സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്ക് ആക്സസ് ചെയ്യാനും ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ കോപ്പി ചെയ്യാനും പറ്റും. പിന്നെ ഈ സോഫ്റ്റ്വെയറിൽ തന്നെ ഹാർഡ് ഡിസ്ക് റിക്കവറിയും ഹാർഡ് ഡിസ്ക് ക്ലോണിങ്ങിനുള്ള സോഫ്റ്റ്വെയർസും മറ്റ് ധാരാളം സോഫ്റ്റ്വെയർസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. നിങ്ങളുടെ സിസ്റ്റത്തിലെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ഹൈറൻ BootCD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ കാണുന്ന ആദ്യത്തെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വിൻഡോസ് 10ന്റെ PE എന്നുള്ള വെർഷനാണിത്. മിനിമം 2 GB ഉള്ള ഏത് സിസ്റ്റത്തിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഡൗൺലോഡ് ടാബ് സെലക്ട് ചെയ്യുക. ഇതിൽ ഹൈറൻ BootCD PE എന്നുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് ഈ ഡൗൺലോഡ് ചെയ്ത ഹൈറൻ BootCD ഫയൽ ഒരു ബൂട്ടബിൾ പെൻഡ്രൈവിലാക്കുവാണ്. USB ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ആക്കാനായിട്ട് ഈ കാണുന്ന USB ബൂട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ബട്ട് ഞാൻ അതിനായി റൂഫസ് എന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ റൂഫസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം കാണുന്ന ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യുക. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഡൗൺലോഡ് ആയ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഡൗൺലോഡ് ചെയ്ത റൂഫസ് ഫയലും ഹൈറൻ BootCD ഫയലും ഇവിടെ ഉണ്ട്. റൂഫസ് റൺ ചെയ്യാം. ഇപ്പോൾ ഒരു പെർമിഷനാണ് ചോദിച്ചത്. അത് എസ് കൊടുക്കാം. ഇവിടെ നമ്മുടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് GPT അല്ലെങ്കിൽ MBR ഏത് പാർട്ടീഷൻ ടൈപ്പ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓക്കെ കൊടുക്കാം. പെൻഡ്രൈവ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാം. അടുത്തതായിട്ട് സിസ്റ്റം പെൻഡ്രൈവിൽ നിന്ന് ബൂട്ടാവുകയാണ് വേണ്ടത്. സിസ്റ്റം ഓൺ ആകുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും കാണിക്കുന്നത്. കമ്പനി മാറുന്നതനുസരിച്ച് സ്ക്രീൻസിനും കീസിലും ചേഞ്ചസ് ഉണ്ടാവും. അടുത്തതായിട്ട് ബൂട്ട് മെനു ഓപ്ഷന് വേണ്ടി F10 പ്രസ് ചെയ്യാം. എൻ്റെ പെൻഡ്രൈവ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പെൻഡ്രൈവ് സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ ആയിരിക്കും കാണിക്കുന്നത്. ഇത് സെലക്ട് ചെയ്യാനായിട്ട് കീബോർഡ്സിലെ ആരോ കീസായ അപ്പ് കീ ഡൗൺ കീ യൂസ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സിസ്റ്റം USB നിന്ന് ബൂട്ടായിട്ടുണ്ട്. വിൻഡോസിൻ്റെ ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റക്കായതുപോലെ ഫീൽ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബൂട്ടാവാനായിട്ട് 3 to 5 മിനിറ്റ്സ് എടുക്കാം. നമ്മുടെ വിൻഡോസ് PE ഓപ്പൺ ആയിട്ടുണ്ട്. മൈ PC ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്ക് Cയും Dയും എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് യൂട്ടിലിറ്റി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൂൾസും ഉണ്ട്. വിൻഡോസ് റിക്കവറി ടൂൾസ് ആണ്. അടുത്തത് ഹാർഡ് ഡിസ്ക് ടൂൾസ് ആണ്. അതിനകത്ത് ഡേറ്റ റിക്കവറി ഉണ്ട്. ഹാർഡ് ഡിസ്കിൻ്റെ ഇമേജ് എടുക്കാനുള്ള ടൂളുണ്ട്. പാർട്ടീഷൻ ടൂൾസ് ഉണ്ട്.
നെറ്റ് ബ്രൗസ് ചെയ്യാനായിട്ട് മോസില്ല ഫയർഫോക്സും ഗൂഗിൾ ക്രോമും ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക.